ഇന്ന് ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ട് വന്നിരിക്കുന്നത് ചേർത്തലയിലുള്ള ആന്ധ്രപ്രദേശ് ബംഗ്ലാവിലായിട്ടാണ്. 100 വർഷം പഴക്കമുള്ള ഒരു ബംഗ്ലാവാണിത്. ഈ ബംഗ്ലാവ് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാകും. കാരണം കുറേ സിനിമയുടെ ലൊക്കേഷനായിട്ടുള്ള ഒരു സ്ഥലം കൂടിയാണിത്. ശ്രീകൃഷ്ണപുരത്തെ നക്ഷത്ര തിളക്കം, അതുപോലെ നമുക്ക് എല്ലാവർക്കും ഓർമ്മയുള്ളത് അനിയത്തിപ്രാവിലെ ശങ്കരാടിയുടെ വീട്, അത് ഈ ബംഗ്ലാവാണ്. അതുപോലെ അഴകിയ രാവണൻ, റൺവേ, കുറേ സിനിമകളിലുള്ള ഒരു ബംഗ്ലാവാട്ടോ ഇത്. ഇതിൻ്റെ പ്രത്യേകത പറയാൻ ഒരുപാടുണ്ട്. പക്ഷേ മെയിൻ പ്രത്യേകത എന്ന് പറഞ്ഞത് ഇതിൻ്റെ ചുറ്റോട് ചുറ്റും കായലാണ് എന്നുള്ളതാണ്. കായലിൻ്റെ നടുക്ക് ഒരു ഇത്രയും പഴക്കമുള്ള ഒരു ബംഗ്ലാവിൽ എക്സ്പീരിയൻസ് ചെയ്യുക എന്ന് പറയുന്നത് ഭയങ്കര അടിപൊളിയാണ്. ACM ഷെവലിയാർ ആന്ധ്രപ്രദേശ് ബംഗ്ലാവായിരുന്നു ഇത്. ശരിക്കും ഇത് വളരെ വലിയൊരു ബംഗ്ലാവാണ് ശരിക്കും. പക്ഷേ ഇതിൻ്റെ ഒരു ചെറിയ പോർഷൻ മാത്രമാണ് ഗസ്റ്റുകൾക്ക് വേണ്ടി ഓപ്പൺ ചെയ്ത് കൊടുത്തിരിക്കുന്നത്. അപ്പം ഗസ്റ്റുകൾക്ക് അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി തന്നെയാണ് ഇത് ഓപ്പൺ ചെയ്തിരിക്കുന്നത്. ഇവിടെ ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ട്. ബാക്ക് വാട്ടർ, നമുക്ക് ബോട്ട് റൈഡ് പോകാം, അതുപോലെ കുറേ കാര്യങ്ങളുണ്ട്. അതെല്ലാം ഞാൻ കാണിച്ചു തരാം. നമ്മൾ ഏകദേശം ഒരു 5 മണിയോട് കൂടിയാട്ടോ ഇവിടെ വന്നത്. അപ്പം തന്നെ സത്യം പറഞ്ഞാൽ വേഗം തന്നെ ഇറങ്ങുകയാണ് ചെയ്തത്. ഇവിടെ ഒരു വില്ലേജ് റൈഡ്, ബോട്ട് റൈഡ് ഉണ്ട്. നമുക്ക് അധികം തിരക്കുകളൊന്നും ഇല്ലാതെ വില്ലേജിൻ്റെ സൗന്ദര്യം അങ്ങനെ തന്നെ ആസ്വദിക്കാൻ പറ്റിയൊരു കിടിലൻ സ്പോട്ട്. അതായത് നമ്മുടെ ബോട്ട് അവിടെ റെഡി ആയിട്ട് കിടപ്പുണ്ട്. നമുക്ക് നേരെ അതിലോട്ട് ഇനിയിപ്പം നമ്മൾ അധികം തിരക്കില്ലാത്ത ഒരു കിടിലൻ ബോട്ട് എക്സ്പീരിയൻസ് ആണ് ഇനി ചെയ്യാൻ പോകുന്നത്. ഞങ്ങൾ കായലിൽ കൂടെ ആട്ടോ പൊക്കോണ്ടിരിക്കുന്നത്. ഏതായാലും മഴയൊന്നുമില്ല, ദൈവം അനുഗ്രഹിച്ച് നല്ല സൂപ്പർ ക്ലൈമറ്റിൽ കൂടെ നമ്മൾ പൊക്കോണ്ടിരിക്കുന്നത്. 2 സൈഡും ആലപ്പുഴയുടെ ഒരു ഭംഗി കറക്റ്റായിട്ട് നമുക്ക് ക്യാപ്ചർ ചെയ്യാൻ ശരിക്കും പറ്റുന്നുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ പോകുന്നത് ഒരു തുരുത്തിലോട്ടാണ്. അപ്പോൾ ആ തുരുത്ത് ചെന്നിട്ട് അവിടെ നമുക്ക് ഒരു സ്നാക്കിങ് ചെയ്യാനുള്ള സൗകര്യം കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഏതായാലും ഈ യാത്ര ഭയങ്കര രസമായിട്ട്. ഞാൻ കുമരകത്തൊക്കെ യാത്ര ചെയ്തിട്ടുണ്ടെങ്കിലും ഭയങ്കര കൺജസ്റ്റഡ് ആയിട്ട് എനിക്ക് എപ്പോഴും തോന്നാറുണ്ട്. പക്ഷേ ഇവിടെ അതില്ലാതെ നമ്മുടെ സ്വന്തം സ്പേസ്, ഫുള്ള് കായൽ നമുക്ക് തന്നെ. ഞങ്ങളാകെ 5 പേരേ ഉള്ളൂ. അപ്പം അടിപൊളി. നമ്മൾ പൊക്കോട്ടിരിക്കുന്ന കായലിൻ്റെ പേര് വയലാർ കായൽ എന്നാട്ടോ. അതവിടെ നമുക്ക് കുറേ പിള്ളേർ ആ മരത്തിൻ്റെ മുകളിൽ കയറി നിന്ന് എല്ലാവരും അവരുടെ വെക്കേഷൻ ഇന്നുകൊണ്ട് 2 ദിവസം കൊണ്ട് തീരുമല്ലേ. അപ്പോൾ അത് കാരണം അവർ പോരുമ്പോഴെല്ലാം ഇതുപോലത്തെ ചീനവലകൾ കാണാൻ പറ്റും കേട്ടോ. ശരിക്കും നമ്മൾ കൊച്ചിയിലാണ് കൂടുതലായിട്ട് ഇത് കണ്ടിട്ടുള്ളത്. പക്ഷേ ഈ ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ഇഷ്ടം പോലെ ചീനവല കിടക്കും. അവിടെ ആ ചേട്ടൻ എനിക്ക് തോന്നിയിട്ട് ആ ചീനവല വലിക്കാനുള്ള പരിപാടിയാണെന്ന് തോന്നുന്നു. ഇപ്പുറത്തോട്ടാണെങ്കിലും നമുക്ക് കാണാൻ പറ്റും ഇഷ്ടം പോലെ ചീനവലകൾ ഈ സൈഡിലൂടെയുള്ള വീടുകളിൽ നിന്നുള്ള ആളുകളായിരിക്കും കെട്ടിയിട്ടുണ്ട്. നമ്മളിപ്പോൾ നിൽക്കുന്നത് ശരിക്കും ഒരു ജംഗ്ഷനിലാതെ ഇങ്ങോട്ട് നേരെ പോവുകയാണെങ്കിൽ നമുക്ക് കൊച്ചിയിലെത്താൻ പറ്റും. അതേസമയം നമ്മൾ ഇങ്ങോട്ട് നേരെ പോകണമെങ്കിൽ വേമ്പനാട്ട് കായൽ, നമ്മുടെ തണ്ണീർമുക്കം ബണ്ട്, ആ ഭാഗത്തേക്കാണ് നമ്മൾ എത്തുന്നത്. അപ്പോൾ ആക്ച്വലി ഏകദേശം ഒരു നമ്മൾ അങ്ങോട്ടാണെങ്കിൽ ചേർത്തല, ആലപ്പുഴ അങ്ങോട്ട്. അപ്പം നമ്മൾ ഏകദേശം ഒരു ജംഗ്ഷനിലാണ് ഇപ്പം നിൽക്കുന്നത് വെള്ളത്തിലാണെങ്കിലും. ഞങ്ങൾ ബോട്ട് റൈഡ് ഇവിടെ സ്റ്റോപ്പ് ചെയ്തേക്കുവാണ്. കാരണം ബോട്ട് റൈഡിന് ഇടയ്ക്ക് ഒരു റിലാക്സേഷൻ പോയിന്റ് ഉണ്ട്. നിങ്ങൾക്ക് ഒരു ടീ, സ്നാക്സ് അല്ലെങ്കിൽ ലഞ്ച് ഒക്കെ കഴിക്കണം എന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് ബോട്ട് നിർത്തി, ഒരു ചെറിയ തുരുത്താണ്, ആ തുരുത്തി വന്ന് നമുക്ക് ഇവിടെ വന്ന് ഒന്ന് എന്താ പറയുക, ഒരു റിലാക്സ് ചെയ്തിട്ട് പോകാം. അടിപൊളി പ്ലേസ് ആട്ടോ. ഭയങ്കര എന്താ പറയുക, ഭയങ്കര നമ്മുടെ ആ കേരളത്തിനുമ്പോൾ എല്ലായിടത്തും ഇങ്ങനെ വിളിച്ചോതുന്ന തരത്തിലുള്ള സ്ഥലമാട്ടോ. ഞങ്ങളതേ ദവിടെ ബോട്ട് ഇറങ്ങി ഈ ചെറിയ പാലത്തെ കൂടെ ഇവിടെ കയറി ഇവിടെ ചേച്ചിയുടെ കടയിൽ വന്നു കഴിയുവാണെങ്കിൽ നമുക്ക് ചായയോ കാപ്പിയോ ബൂസ്റ്റോ സ്നാക്സോ ലഞ്ചോ ഒക്കെ കിട്ടും. ഇതിനകത്ത് ഞാൻ വന്നപ്പോൾ തന്നെ നോട്ടീസ് ചെയ്തൊരു സംഭവമുണ്ട്. ഇവിടുത്തെ ഒരു മരം കണ്ടോ, ഈ മരം കംപ്ലീറ്റ് ആയിട്ടൊരു കുട പോലെയാണ് നിൽക്കുന്നത്. ഞങ്ങൾ കുടയ്ക്കകത്ത് കയറാൻ പോവുക. ഇത് കുറേ ഫ്രണ്ട്സ് സർക്കിളും അല്ലെങ്കിൽ ഫാമിലിയൊക്കെ ആയിട്ട് വരുവാണ്. കിട്ടില്ല വൈബാട്ടോ. ഞാൻ ഇങ്ങനെ ഒരു സാധനം സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എവിടെയും കണ്ടിട്ടില്ല. ഇതിനകത്ത് മഴ പെയ്താൽ പോലും നമ്മുടെ മേത്ത് വെള്ളം ചാടുമെന്ന് അറിയത്തില്ല. അത്രയ്ക്കും തിക്കായിട്ട് ഒരു മരം ശരിക്കും എക്സാക്ട്ലി കുട പോലെ നിൽക്കുവാണ്. അതിൻ്റെ വേരും കാര്യങ്ങളൊക്കെ ഇതിൽ കയറി പോയിട്ടുണ്ട്. പക്ഷെ അടിപൊളിയാട്ടോ. ഇനിയിപ്പോൾ നിങ്ങൾക്ക് കായലിൻ്റെ സൈഡിലിരുന്ന് ചായ കുടിക്കാനാണോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ലഞ്ച് ചെയ്യാനാണോ, അതിനും അടിപൊളി സ്ഥലം ഈ തുരുത്തിൻ്റെ അകത്ത് തന്നെ ഇവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. അത് ഈ സ്ഥലത്തേക്ക് നോക്ക്, ഇവിടെ ഇഷ്ടം പോലെ ആൾക്കാർക്ക് ഇരുന്ന് ഫുഡൊക്കെ കഴിച്ച് ടീ സ്നാക്സൊക്കെ കഴിച്ച് നമുക്ക് വേണമെങ്കിൽ ഒരു അന്താക്ഷരിയൊക്കെ കളിച്ച് നമുക്ക് നമ്മുടെ ഒരു ഗ്രൂപ്പിനെ ഫുള്ള് വൈബാക്കാൻ പറ്റുന്ന ഒരു സെറ്റപ്പാണ് ഇവരിവിടെ ചെയ്തു വെച്ചിരിക്കുന്നത്.
നല്ല കാറ്റാട്ടോ ഇവിടെ വന്നിട്ട്, നല്ല അടിപൊളി കാറ്റ്. ഇനി സൺസെറ്റ് കാണാനാണെങ്കിലോ ഇതിലും നല്ലൊരു സ്പോട്ട് ഈ ചേർത്തലയിലുണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല, അത്രയ്ക്കും കിടിലൻ സ്പോട്ടാണ്. അപ്പോൾ സൺസെറ്റും നല്ല കാറ്റും ഒക്കെ കൊണ്ട് ഇത് റിലാക്സ്ഡ് ആയിട്ട് ഇനിയിപ്പോൾ ഒരു കഥയോ കവിതയോ എഴുതേണ്ടവർക്കാണെങ്കിൽ പോലും സുഖമായിട്ട് ഇവിടെ വന്നിരിക്കാം, യാതൊരു ശല്യവും ഇല്ലാതെ. ദേ ഈ ബെഞ്ചിലും അവിടെ ഡെസ്കും കാര്യങ്ങളും എല്ലാം ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിലോട്ട് വന്നിട്ട് നേരെ പോയി ഇരുന്ന് എഴുതാവുന്നേ ഉള്ളൂ, അത്രയ്ക്കും ശാന്തസുന്ദരം. ദേ അവർ ലൈറ്റ് വിട്ടു, വാവ്. ഇപ്പം ശരിക്കും നമ്മൾ വേറെ ഏതോ ഒരു പാർട്ടി മൂഡിലിരിക്കുന്ന വൈബിലോട്ടാണ് ശരിക്കും വന്നേക്കണം. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സ്ഥലം. ശരിക്കും ഇവിടെ ചേർത്തലയിൽ ഇത്രയേറെ സാധ്യതകളുള്ള ഒരു സ്ഥലമാണെന്ന് സത്യമായിട്ട് എനിക്കറിയത്തില്ലായിരുന്നു, ഇപ്പം ഞാൻ വന്നു കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത്. ഞങ്ങൾ അങ്ങനെ കുറേ സമയം ഇവിടെ ചിലവഴിച്ച് അടിപൊളിയായിരുന്നു കേട്ടോ. ചായയൊക്കെ കുടിച്ച് ഞങ്ങൾ തിരിച്ച് ഞങ്ങളുടെ ഹോം സ്റ്റേയിലോട്ട് തന്നെ പോവുകയാണ്. ഏതായാലും നല്ല രസമായിരുന്നു. കൊണ്ടുപോയത് അലീക്ക കേട്ടോ. അലീക്ക എത്ര വർഷമായി ഇവിടെ? 5-8 വർഷമായിട്ട് ബോട്ടല്ല. അലീക്കയുടെ വീടും ഇവിടെ തന്നെയാണ്. ഇവിടെ എത്താം. താങ്ക് യു സോ മച്ച് കേട്ടോ. ദേ ഈ ബോട്ട് ഇറങ്ങിയിട്ട് ഈ ബംഗ്ലാവിൻ്റെ ഫ്രണ്ടിൽ നിറച്ച് ഇഷ്ടം പോലെ മാവുണ്ട് കേട്ടോ. പ്രോപ്പർട്ടി ഓണർ കാണണ്ട, പുള്ളി കാണുന്നതിന് ഞാനൊരു ഒരെണ്ണം എറിഞ്ഞ് വീഴ്ത്താവോ നോക്കട്ടെ. ഇല്ല, ഞാൻ പഠിക്കാൻ പോയ സമയത്ത് കൃത്യമായിട്ട് പഠിച്ച ആളാണ്, അതുകൊണ്ട് എൻ്റെ ഉന്നം തെറ്റിപ്പോയി. കാണട്ടോ, നമുക്ക് പോകാം. അതുപോലെ ഇവിടെ കുറേ എന്താണ് ഒരു ഫാം ഹൗസ് സെറ്റപ്പ് ഉണ്ട് കേട്ടോ. ഇവിടെ കുറേ ചെറിയുടെ മരമുണ്ട്, മാവുണ്ട്, നെല്ലിയുണ്ട്. അങ്ങനെ നമുക്ക് ഈ ബംഗ്ലാവിൻ്റെ ഫ്രണ്ട് കുറേ മരങ്ങളുണ്ട്. അതുപോലെ തന്നെ ഇതേ ഇഷ്ടം പോലെ കാറ്റൊക്കെ കൊണ്ടിരിക്കാൻ ഇഷ്ടം പോലെ ബെഞ്ചുകൾ ഇട്ടിട്ടുണ്ട്. ഇനി റൂമിനെ കുറിച്ച് പറയുവാണെങ്കിൽ ഇവിടെ സ്റ്റാൻഡേർഡ് AC റൂം, അതുപോലെ ഡിലക്സ് റൂം, പിന്നെ ഹെറിറ്റേജ് സ്യൂട്ട് റൂമാണുള്ളത് കേട്ടോ. ഇതിൽ ഇന്ന് ഞങ്ങൾ താമസിക്കാൻ പോകുന്നത് ഹെറിറ്റേജ് സ്യൂട്ട് റൂമിലാണ്. ഇതിലെ സ്റ്റാൻഡേർഡ് AC റൂമിൻ്റെ പ്രൈസ് വരുന്നത് 5000 രൂപയാണ്, ബ്രേക്ക്ഫാസ്റ്റും ഡിന്നറും ഇൻക്ലൂഡ് ആയിട്ട്. അപ്പം അതിൻ്റെ അകത്ത് ബോട്ട് റൈഡ് നമ്മൾ 2 നൈറ്റോ അല്ലെങ്കിൽ 2 റൂമോ ബുക്ക് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ബോട്ട് റൈഡും കൂടെ അതിൻ്റെ അകത്ത് ഇൻക്ലൂഡ് ആയിട്ട് കിട്ടും. പിന്നെ നമുക്ക് ഇതിനകത്ത് കുറേ ആക്ടിവിറ്റീസ് ഉണ്ടെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു. നമുക്ക് ടേബിൾ ടെന്നീസ് ഉണ്ട്, ബാഡ്മിൻ്റൺ ഉണ്ട്, എക്സ്ബോക്സ് പിള്ളേർക്ക് കളിക്കാനുണ്ട്, അതുപോലെ ഒരു ചെറിയ സൈക്കിളുണ്ട്. ഇഷ്ടം പോലെ ഏരിയയാണ്, പിള്ളേർക്കൊക്കെ സൈക്കിൾ ഒട്ടിക്കൊണ്ട് നടക്കാനൊക്കെ ഇഷ്ടം പോലെ ഏരിയയാണ്. കായലിൻ്റെ ചുറ്റുമാണ്, നല്ല കാറ്റുണ്ട്. ചെറുതായിട്ട് ഇപ്പം മഴ പെയ്യുന്നുണ്ട്, ഞങ്ങൾ വന്നത് ഇച്ചിരി ലേറ്റ് ആയിപ്പോയി, അതുകൊണ്ടാണ്. എന്തായാലും അതുപോലെ നമുക്ക് ഡിന്നർ ഇവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നേരെ നമുക്ക് റൂമിലോട്ട് പോകാം. റൂം ഞാൻ കാണിച്ചു തരാം. ഞങ്ങളുടെ റൂം ഇവിടെ എപ്പോഴാ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല പഴമയും പ്രൗഢിയും കൂടെ ഒത്തിണങ്ങിയാട്ടോ നിൽക്കുന്നത്. അത് റയാൻ കണ്ടില്ലേ, നല്ല രാജാവിനെ പോലെ ഇവിടെ കിടക്കണേ. അതുപോലെ നമ്മുടെ പണ്ടത്തെ ആ ഉരുളിയില്ലേ, ഉരുളി, ഓട്ട് വിളക്ക്, അതൊക്കെ ഇവിടെ നിന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ മെയിൻ വരാന്തയിൽ കാണാൻ പറ്റും. എന്തായാലും ഞങ്ങളുടെ റൂമും കൂടെ നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം. കണ്ടോ, പഴയ വാതിൽ തുറക്കുന്ന സൗണ്ട് വരെ കറക്റ്റായിട്ടുണ്ടെന്നുള്ളതാണ്. ഇതാണ് നമ്മുടെ ഹെറിറ്റേജ് സ്യൂട്ട് റൂം തീമിൽ വരും, അതായത് ഹെറിറ്റേജ് സ്യൂട്ട് റൂം വരുന്നത്. അപ്പം നമുക്ക് ആ റൂമിൻ്റെ ഒരു പ്രൗഢിയും കാര്യങ്ങളും എല്ലാം ഇതിൻ്റെ അകത്ത് വരുന്നുണ്ട്. AC റൂമാണ്. പിന്നെ നമ്മൾ നേരെ ഇപ്പുറത്തോട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു ചെറിയ ഡ്രസ്സിംഗ് റൂമുണ്ട്. ഇവൻ മറ്റ് കാര്യങ്ങൾ വരെ അങ്ങനെ തന്നെ അവർ നിലനിർത്തിയിട്ടുണ്ടെന്നുള്ളതാണ്. അതാണല്ലോ ഹെറിറ്റേജ് എന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെ ബാത്റൂമിലോട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബാത്റൂമാണ്. ഇനിയിപ്പം ഈ ഒരു റൂമിന് മാത്രം നമുക്ക് ഇവിടുന്ന് പുറത്തേക്ക് ഇറങ്ങാനുള്ള ഒരു ഓപ്ഷനും കൂടിയുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇത് ഷെവലിയാർ ആന്ധ്രപ്രദേശിന്റെ ബംഗ്ലാവായിരുന്നു. അപ്പോൾ അവരുടെ ഡൈനിങ് ഏരിയ ആണ് ആ സൈഡ് കാണുന്നത്. അത് വളരെ വലിയൊരു ഡൈനിങ് ഏരിയ ആണ്. പിന്നെ ഇങ്ങോട്ട് റൂമുണ്ട്, അത് ഞാൻ നിങ്ങളെ ജസ്റ്റ് ഒന്ന് കാണിച്ചു പോകാം. പിന്നെ ഇത് അവരുടെ ഒരു ഫാമിലി ഗ്യാതറിങ് ചെയ്യുന്ന ഒരു സ്ഥലമായിരുന്നു. അപ്പം അത് അന്നത്തെ കാലത്തുണ്ടായിരുന്ന ആ ഒരു പഴമ അതുപോലെ തന്നെ നിലനിർത്തിക്കൊണ്ട് ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടാണ് അവർ ഇത് ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത്. ഇത് കേട്ടോ, ഇതാണെങ്കിൽ വേരാണ്. ആ വേരിൽ തന്നെ പല ആനിമലുകളെ ഇങ്ങനെ കൊത്തി സെറ്റ് ചെയ്ത് വെച്ചേക്കുവാണ്. പിന്നെ ഈ സൈഡിലോട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ബാർ കൗണ്ടർ നമുക്ക് കാണാം, പണ്ടത്തെ ബാർ കൗണ്ടർ കാണാം. ഇതേ കുടിക്കാനുള്ള കപ്പ് കാര്യങ്ങളും എല്ലാം ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഞാൻ സത്യം പറഞ്ഞാൽ ഇവിടെ വന്നപ്പോൾ ഞാൻ വിചാരിച്ചത് ഇത് ചെണ്ടയായിരിക്കുന്ന, പക്ഷെ ചെണ്ടയല്ല, ഇതൊക്കെ നമ്മൾ കയറി ഇരിക്കണ സീറ്റാണ്, നമ്മുടെ ചെയറാണ് ഇത് വരുന്നത്. ഇവനായിട്ടോ എനിക്ക് പറഞ്ഞു തന്നത്. അപ്പം നമുക്ക് ജസ്റ്റ് ആ റൂമും കൂടി ഒന്ന് കാണാം. പിന്നെ ഇതിൻ്റെ വരാന്ത ഭയങ്കര രസമാണ് കേട്ടോ. നമ്മൾ പണ്ടൊക്കെ കണ്ടിട്ടുള്ള കണക്കിന് ഒരു നീളം വരാന്തയാണ് വന്നിരിക്കുന്നത്. ഞാൻ ഓൾറെഡി പറഞ്ഞതുപോലെ ഈ ബംഗ്ലാവും ഭയങ്കര വലിയ ബംഗ്ലാവാണ്. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ പോർഷൻ മാത്രമാണ് ശരിക്കും ഗസ്റ്റിന് വേണ്ടി ഇവർ ഓപ്പൺ ചെയ്തേക്കുന്നത്. അപ്പോൾ നിങ്ങളൊരു പക്ഷേങ്കിൽ ഇവിടുത്തെ നമുക്ക് ഫുള്ളായിട്ട് ഇവിടെ പുറത്ത് ഗാർഡനും കാര്യങ്ങളും എല്ലാം നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങളൊരു ഫാമിലി ഗ്യാതറിങ്, ഒരു ബർത്ത്ഡേ പാർട്ടിയൊക്കെ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ പിള്ളേരൊക്കെ അടിച്ചു പൊളിച്ചോളും.
ഇദ്ദേഹമാണ് ഞാൻ ഇത്രയും നേരം പറഞ്ഞ ACM അന്ത്രപ്പർ. അപ്പം ഇദ്ദേഹത്തിൻ്റെയാണ് ഈ ബംഗ്ലാവ് കാര്യങ്ങളെല്ലാം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ. എന്തായാലും നമുക്ക് റൂമും കൂടി ഒന്ന് കാണാം. ഇതാണ് കേട്ടോ ഇവരുടെ ഡിലക്സ് റൂം. ഈ റൂമിന് ശരിക്കും 2 എൻട്രി ആണ് വരുന്നത്. ഇവിടെ നമ്മുടെ ഒരു അലമാരയും പിന്നെ ഈ ഭാഗത്തേക്കാണ് വാഷ്റൂം വരുന്നത്. പിന്നെ ഇതിൻ്റെ ഹൈലൈറ്റ് ഈ റൂമിൻ്റെ മാത്രം കേട്ടോ, ഈ റൂമിൻ്റെ മാത്രം ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇതിനൊരു ബാൽക്കണി ഉണ്ട്. പിന്നെ ഈ ബാൽക്കണി നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അടിപൊളി കായൽ ദൃശ്യങ്ങൾ കാണാം. അതായത് നമ്മുടെ തൊട്ടടുത്ത് കായൽ കാണാം. പക്ഷേ അതിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഇവിടെ ഒരു ചെറിയ കുളമുണ്ട്. ഇതിനകത്ത് മീനെ വളർത്തുന്നുണ്ട്. പക്ഷേ ഇവിടെ നിന്നുള്ള വ്യൂ ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഇതെവിടെ നിന്നപ്പോൾ 2 നീർനായ മൊത്തമായിട്ട് ഇങ്ങനെ എഴുന്നേറ്റ് നിൽക്കുവാണ്. ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു സീൻ കണ്ടത്. ഭയങ്കര രസമായിരുന്നു. പക്ഷേ ഞങ്ങൾ ക്യാമറ എടുത്തപ്പോഴത്തേക്ക് അത് പെട്ടെന്ന് വെള്ളത്തിലോട്ട് ഊളിയിട്ട് പോയി. എന്തായാലും നമുക്ക് നമ്മളൊരു കുറച്ച് ദിവസം ഒന്ന് സ്പെൻഡ് ചെയ്യാൻ അല്ലെങ്കിൽ 2-3 ദിവസമൊക്കെ ഫാമിലി ആയിട്ടൊക്കെ വരാൻ കിട്ടുന്ന സ്പോട്ടാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് അപ്സ്റ്റേഴ്സിലാണ്. ഇവിടെ നിന്ന് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കായലിൻ്റെയും ഗാർഡൻ്റെയും കൂടെ ഒരു കിട്ടിലും വ്യൂ തന്നെ കാണാം കേട്ടോ. അപ്സ്റ്റേഴ്സിൽ 2 റൂമാണ് വരുന്നത്. ഒരു ഡിലക്സ് റൂമും ഒരു സ്റ്റാൻഡേർഡ് റൂമും. ഇപ്പം ഇതാണ് ഡിലക്സ് റൂം വരുന്നത്. ഡിലക്സ് റൂം നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള റൂം. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടുന്ന് തന്നെ നമുക്ക് സ്റ്റാൻഡേർഡ് റൂമിലോട്ടൊരു കണക്ഷനും കൂടെ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങളൊരു ഫാമിലി ആയിട്ടൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ കണക്ഷൻ വരുന്നുണ്ട്. 2 റൂമിനും സെപ്പറേറ്റ് ബാത്റൂമും ഉണ്ട്. അപ്പം ഫാമിലിക്ക് ഏറ്റവും സ്യൂട്ടായിട്ടുള്ള റൂമായിരിക്കും കേട്ടോ ഇത്. ഞങ്ങൾ ഡിന്നർ കഴിക്കാനായിട്ട് വന്നതാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും നമ്മളിവിടെ ഇരുന്നാൽ ഡിന്നർ കഴിക്കണമെന്ന്. അല്ല, ഇത് ഡിന്നറിന് മുമ്പ് സാധനങ്ങൾ സെറ്റ് ചെയ്യുന്ന ടേബിളാണ്. നമ്മൾ ഇന്ന് ഡിന്നർ കഴിക്കാൻ പോകുന്നത് ഇവിടെ ഇരുന്നാണ്. ഏകദേശം 30ഓളം പേർക്ക് ഒന്നിച്ചിരുന്ന് കഴിക്കാവുന്ന ഡൈനിങ് ഏരിയ ആണ് ഇവിടെ ഉള്ളത്. ഇത് അന്ത്രപ്പർ ഫാമിലിയിലെ ഒരു 4 തലമുറ ഇരുന്ന് കഴിച്ച ടേബിളാണ് കേട്ടോ. എന്തായാലും ഇത്രയും വലിയൊരു ടേബിൾ ഞാൻ സത്യത്തിൽ ഡൽഹി പോയപ്പം ഇന്ദിരാഗാന്ധിയുടെ വീട്ടിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ. നമ്മുടെ ഒരു ഭാഗ്യത്തിന് അന്ത്രപ്പർ ഫാമിലിയിലുള്ള ജോണേട്ടൻ തന്നെ ഇന്ന് നമുക്കിവിടെ ഹോസ്റ്റായിട്ടൊക്കെ വന്നിട്ടുണ്ട്. അല്ല, ഹോസ്റ്റായിട്ട് ഇവിടെ ഉണ്ട്. നമ്മുടെ ഡിലീഷ്യസ് ആയിട്ടുള്ള ഇവിടെ ഡിന്നറും റെഡി ആയിട്ടുണ്ട്. എന്തായാലും താങ്ക് യു ജോണേട്ടാ. താങ്ക് യു സോ മച്ച്. ഇത് ഞങ്ങൾക്ക് എന്തായാലും ഭയങ്കര നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാകും ഇത് ഏകദേശം 30ഓളം പേർക്ക് ഇരിക്കാൻ പറ്റുന്ന ഒരു വലിയ ഡൈനിങ് ഏരിയ തന്നെയാണ് വന്നേക്കുന്നത്. ഇവിടെ നമുക്ക് നല്ല ഡെലീഷ്യസ് ആയിട്ടുള്ള ഫുഡെല്ലാം ഇവർ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇവിടെ ചപ്പാത്തിയും ചോറും ഫ്രൂട്ട്സും പിന്നെ എന്താ പറയുക സലാഡുണ്ട്, പയറുതോരനുണ്ട്, മിക്സ്ഡ് വെജ് കറിയുണ്ട്, ചിക്കനുണ്ട്, മീനുണ്ട്, പിന്നെ മീൻ ഫ്രൈയും ഉണ്ട്. ഇവിടെ ഫുഡ് മാത്രമല്ല കേട്ടോ, നിങ്ങളിവിടെ വരുവാണെന്നുണ്ടെങ്കിൽ ഇവിടെ അടുത്ത് കുറേ മെയിൻ അട്രാക്ഷൻസ് ആയിട്ടുണ്ട്. അതിൽ ഏറ്റവും എടുത്തു പറയാവുന്നതെന്ന് പറയുന്നത് അർത്തിങ്കൽ പള്ളി, അർത്തിങ്കൽ ബീച്ച്. അർത്തിങ്കൽ ബീച്ച് ഭയങ്കര ക്ലീൻ ആയിട്ടുള്ളൊരു ബീച്ചാണ്. ഫാമിലി ബീച്ച് എന്ന് പറയാവുന്ന ഒരു ബീച്ചാണ്. പിന്നെ കുമരകം ആണെങ്കിലും ആലപ്പുഴ ആണെങ്കിലും എല്ലാം ഏകദേശം ഒരു ½ ആൻ അവർ ഡിസ്റ്റൻസിൽ നമുക്ക് കവർ ചെയ്യാവുന്ന സ്ഥലങ്ങൾ കൂടിയാണ്. അതുപോലെ യൂട്യൂബിലൊക്കെ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള മധുചേട്ടൻ്റെ കട ഇത് ഇവിടുന്ന് ഒരു 10 മിനിറ്റ് ദൂരമേ ഉള്ളൂ. ഭയങ്കര അടുത്ത് തന്നെയാണ്. അപ്പം നിങ്ങൾ വരുവാണെന്നുണ്ടെങ്കിൽ ഇങ്ങോട്ടായിട്ട് മാത്രമല്ല അതെല്ലാം നമുക്ക് കണ്ട് പോകാവുന്ന ഒരു ഓപ്ഷനും കൂടെ ഉണ്ട് കേട്ടോ. ഫുഡൊക്കെ അടിപൊളിയായിരുന്നു കേട്ടോ. ഇതിനകത്ത് എടുത്തു പറയേണ്ട ഞാൻ മറന്നുപോയ കാര്യം എന്ന് പറയുന്നത് എറണാകുളത്തുനിന്ന് ഇങ്ങോട്ട് പോരാനായിട്ട് ഏകദേശം 45 മിനിറ്റ് സമയം വരുന്നുള്ളൂ. അപ്പോൾ ഇൻഫോ പാർക്കുകാർ അങ്ങനെയുള്ള IT ഫീൽഡുകാർക്കൊക്കെ ഒരു വെള്ളിയാഴ്ച വൈകുന്നേരം ഇങ്ങ് പോകുന്നു കഴിച്ചിട്ടുണ്ടെങ്കിൽ ഇതേ അടിച്ചു പൊളിച്ച് 2 ദിവസം അടിച്ചു പൊളിച്ച് തന്നെ ഇവിടുന്ന് പോകാവുന്നതാണ്. രാവിലെ 7:30 മണിക്ക് ബ്രേക്ക്ഫാസ്റ്റ് വേണമെന്നാണ് പറഞ്ഞിരുന്നത്. കൃത്യം 7:30 മണിക്ക് തന്നെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. റയാനാണെങ്കിൽ അതിലും മുമ്പ് ഇവിടെ സ്ഥലവും പിടിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളൊരു ചെറിയ ഫാമിലിയൊക്കെയാണ് വരുന്നതെങ്കിൽ അവർ ഇവിടെയാണ് ബ്രേക്ക്ഫാസ്റ്റ് സെറ്റ് ചെയ്യുന്നത്. നമ്മുടെ റൂമിൻ്റെ ജസ്റ്റ് പുറത്ത് തന്നെയാണ്. നല്ല പാലപ്പത്തിൻ്റെ നല്ല കിഡിലൻ സ്മെല്ല് തന്നെ വരുന്നു. പിന്നെ കട്ട് ഫ്രൂട്ട്സ് ഉണ്ട്. ഇവിടെ വെജ് സ്റ്റൂ ഉണ്ട്. പിന്നെ ഇവിടെ ചിക്കൻ സ്റ്റൂ ഉണ്ട്. അപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് എങ്ങനെയുണ്ടെന്ന് ബാക്കി പറയാം. അങ്ങനെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പം നിങ്ങൾക്ക് കായലിൻ്റെ നടുക്ക് ഒരു 100 വർഷം പഴക്കമുള്ള ഒരു കിഡിലൻ ഹെറിറ്റേജ് ബംഗ്ലാവ് നോക്കുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് താമസിക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ ധൈര്യമായിട്ട് ഇങ്ങോട്ട് പോരെ. ഞാൻ ഡീറ്റെയിൽസ് എല്ലാം ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഇവരെ വിളിച്ചേച്ചാൽ മതി. ഒരു ഫാമിലി ആയിട്ടൊക്കെ വന്ന ഒരു ദിവസം അടിച്ചു പൊളിക്കാൻ പറ്റിയ കിഡിലൻ സ്പോട്ടെന്ന് തന്നെ പറയാം കേട്ടോ. മറ്റൊരു വീഡിയോ ആയി കാണുന്നവരെ ബൈ ആൻഡ് സ്റ്റേ ബ്ലെസ്ഡ്.